السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. نحمد الله المجيب كل دعوة لنا لا لنا رب سواه إنه البر العلي. ربنا صلى وسلم كل حالات على أحمد الهادي وآل والصحاب والولي. نحن ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مد ورولي. قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مد ورولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام
عليك يا حبيب الله اللهم صل وسلم وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ദുആ കൊണ്ട് പറഞ്ഞവർ എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കി സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബിലാണ്. അല്ലാഹു ധാരാളം ബറക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ. ഷഅബാനിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. പരിശുദ്ധ റമളാൻ ശരീഫിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പഠനാർഹമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അഥവാ 4 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു തആല നല്ല രൂപത്തിൽ സംസാരിക്കാനും അമൽ ചെയ്യാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഈ വിഷയം ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും പകർത്തുകയും ഇന്നും ആ 4 കാര്യങ്ങൾ ഓർമ്മയോടുകൂടെ ചെയ്യുന്ന പലരും ഉണ്ട് എന്ന് എനിക്കറിയും. ആ സന്തോഷം പിന്നീട് ചിലർ എന്നോട് പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് കൂടുതൽ ആമുഖമായി സംസാരിക്കുന്നില്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമീപത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയുകയായി, യാ ആയിഷ, ഓ എൻ്റെ പൊന്നു ആയിഷ, ഓ എൻ്റെ പൊന്നു ആയിഷ, ലാ തനാമി ഹത്താ തഅമലി 4 അഷ്യാ. ആയിഷ ബേബിയോട് അല്ലാഹുവിൻ്റെ ഹബീബ് കൊടുത്തൊരു വസിയ്യത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആയിഷ ബേബിയുടെ അടുക്കൽ ഹബീബായ തങ്ങൾ വന്നിട്ട് പറയാണ്, നീ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങാൻ പാടില്ല. 4 കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്യാതെ ഇന്ന് രാത്രി നീ ഉറങ്ങരുത് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? അതറിയണ്ടേ നമുക്ക്? ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യണം. വലിയ പ്രതിഫലമുള്ള വളരെ മഹത്വമുള്ള 4 കാര്യങ്ങളാണ് അല്ലാഹുവിൻ്റെ ഹബീബ് ആയിഷ ഉമ്മക്ക് പറഞ്ഞു കൊടുത്തത്. അതും ഉറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് പറഞ്ഞു കൊടുത്തത്. ഉറങ്ങുന്ന സമയത്തല്ലേ നമുക്കറിയാം, ഉറക്കം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമുക്ക് പകലും രാത്രിയുമൊക്കെ ഉറങ്ങാനുള്ള കഴിവ് അല്ലാഹു തന്നത് പടച്ച റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ള അവയർനെസ് നമ്മിലൊക്കെ ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ. ഉറക്കം ഒരാളെ ജീവിതത്തിലില്ല എങ്കിൽ അതവനെ കൊണ്ട് വല്ലാത്ത പ്രയാസമാണ്. അവൻ്റെ അന്നത്തെ ജീവിതം, അന്നത്തെ ദിവസം അവന് ഒരു സമാധാനവും സന്തോഷവും ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം അവനുണ്ടാവുകയില്ല, അല്ലെ, ഉറക്കില്ല എങ്കിൽ. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് പലരും പല രൂപത്തിലാണ്, പലരും പലതുമാണ് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെയ്യാറുള്ളത്. ചില ആളുകൾക്ക് ഉറക്കം വരണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കേൾക്കണം, വല്ല പ്രസംഗങ്ങളോ അല്ലെങ്കിൽ മദ്ഹ് ഗാനങ്ങളോ അല്ലെങ്കിൽ ബുർദകളോ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അവർ ഉറങ്ങുക. അതങ്ങനെ കേട്ടുകൊണ്ട് അവർ യാതങ്ങനെ അവിടെ ഉറങ്ങല. അത് ചില ആളുകളൊരു പതിവാണ്, നല്ല കാര്യമാണ്. നല്ലത് കേട്ടുകൊണ്ട് ഉറങ്ങുക എന്നുള്ളത് നല്ല കാര്യമാണല്ലോ, അല്ലേ? അതേ സമയത്ത് അനാവശ്യമായത് കേട്ടും കണ്ടും കൊണ്ട് ഉറങ്ങുന്ന
ആളുകളും ഉണ്ട്. അവർക്ക് ഉറക്ക് വരണമെങ്കിൽ ചിലപ്പോൾ അത് കേൾക്കണം, അതിലായിരിക്കും അവരുടെ താല്പര്യമുണ്ടാവുക. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പലതും ചെയ്തും കണ്ടും പ്രവർത്തിച്ചു കൊണ്ടായിരിക്കും പല ആളുകളും കിടക്കാറും ഉറങ്ങാറുമുള്ളത്. എന്നാൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരുപാട് ആദാബുകളും മര്യാദകളൊക്കെ ഉണ്ട്. അതല്ല ഞാനിപ്പോൾ ഇതിലുള്ള സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരു വിഷയത്തിൽ മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഹബീബായ തങ്ങൾ കൊടുത്ത 4 ഉപദേശമുണ്ട്. ആ 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങല്ല ആയിഷ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മഹദിയോട് പറഞ്ഞു കൊടുത്തു. അതിൽ ഒന്നാമത്തെ കാര്യം ലാ തനാമി ഹത്താ തഅമലി അർബഅത അശിയാ, 4 കാര്യങ്ങൾ നീ ചെയ്യാതെ നീ ഉറങ്ങല്ല എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഹത്താ തഖ്തമിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നീ പൂർണ്ണമായി ഓതാതെ 114 അധ്യായങ്ങളുള്ള ഖുർആൻ, ആ ഖുർആനിനെ പരിപൂർണമായി നീ ഓതി ഖത്മ് ചെയ്യാതെ നീ ഉറങ്ങല്ല ആയിഷ എന്ന് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു. രണ്ടാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താണ്? വഹത്താ തജ്അലിൽ അംബിയാ ലക ശുഫആ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാ അംബിയാക്കളും നിനക്ക് ശുപാർശകരായി വരുന്നത് വരെ അവരൊക്കെ നിനക്ക് ശുപാർശ ചെയ്യുന്നത് ആക്കാതെ നീ ഇന്ന് ഉറങ്ങല്ല. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നീ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കാര്യമാണ് എല്ലാ അമ്പിയാക്കളും നാളെ നിനക്ക് ശുപാർശ ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം നാളെ ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടി. അങ്ങനെയും ആക്കാതെ നീ ഇന്ന് ഉറങ്ങാൻ പാടില്ല. മൂന്നാമത് ഹബീബായ തങ്ങൾ കൊടുത്തത് വഹത്താ തജ്അലിൽ മുസ്ലിമീന റാളീനൻകി, ഓ ആയിഷ എല്ലാ മുസ്ലിമീങ്ങളുടെയും ഇഷ്ടവും അവരെ പൊരുത്തവും നീ വാങ്ങാതെ ഇന്ന് ഉറങ്ങാൻ പാടില്ല. നാലാമത് വഹത്താ തജ്അലി ഹജ്ജതൻ വ ഉംറ, ഹജ്ജും ഉംറയും ചെയ്യാതെ നീ ഉറങ്ങാൻ പാടില്ല. ഇങ്ങനെ 4 വസിയത്തുകളാണ് അല്ലാഹുവിൻ്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പറഞ്ഞു കൊടുത്തത്. ഇത് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ തങ്ങൾ നിൽക്കുകയാണ്. അവിടുത്തെ നിസ്കാരം ചിലപ്പോൾ നീണ്ടുപോകും. അതേ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ബെഡിൽ, തൻ്റെ വിരിപ്പിൽ കാത്തിരിക്കുകയാണ്. എന്ത്? ഈ 4 കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ ഉറങ്ങരുത് എന്നല്ലേ എൻ്റെ ഹബീബ് പറഞ്ഞത്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. പക്ഷേ എങ്ങനെ ചെയ്യും? ഒന്നാമത്തതിനെ കുറിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല ചിന്തിക്കുകയാണ്. ഖുർആൻ മുഴുവനായിട്ട് ഖത്മ് ചെയ്യാതെ ഉറങ്ങരുത് എന്നാണ് എൻ്റെ ഹബീബിനോട് പറഞ്ഞത്, അല്ലേ? 114 അധ്യായങ്ങളുള്ള ഖുർആൻ അത് ഖത്മ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം പോരല്ലോ, കൂടുതൽ സമയം അതിനാവശ്യമാണ്. പക്ഷേ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആ ഖുർആൻ ഖത്മ് ചെയ്യാതെ ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയുമോ? ഖുർആൻ മുഴുവനായിട്ട് ഞാൻ ഓതി തീർക്കാൻ നിന്നാൽ ചിലപ്പോൾ നേരം പുലർന്നു പോകും, എന്നാൽ തന്നെ ചിലപ്പോൾ കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും ഞാൻ എന്നറിയാതെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് എല്ലാ അമ്പിയാക്കളെയും ഷഫാഅത്തിന് വേണ്ടി നീ അർഹരാക്കണം. ഖുർആൻ ഒന്ന് ഓതി നോക്കാം, കഴിയുകയാണെങ്കിൽ കഴിയട്ടെ, അങ്ങനെ തുടങ്ങിയേക്കാം, അല്ലേ? എന്നാൽ എല്ലാ അമ്പിയാക്കളെയും നാളെ ആഖിറത്തിൽ ശുപാർശകരായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നവരായിട്ട് വരുത്തണം. അതിന് ഞാൻ എന്ത് ചെയ്യും? എല്ലാ അമ്പിയാക്കളെ എനിക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ട് ആ പണി ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല ചിന്തിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം ചിന്തിച്ചപ്പോൾ മഹദിക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം എല്ലാ മുസ്ലിമീങ്ങളുടെയും ഇഷ്ടവും പൊരുത്തവും വാങ്ങാതെ നീ ഉറങ്ങരുത് എന്നാ പറഞ്ഞ് ഞാൻ എങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളുടെ ഇഷ്ടവും പൊരുത്തവും വാങ്ങും, അല്ലേ? എൻ്റെ വീടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള അയൽവാസികളുടെ പൊരുത്തമാണെങ്കിൽ അവരെ വീട്ടിലേക്കൊന്ന് ചെന്നിട്ട് അവരോട് പൊരുത്തം വാങ്ങാം. എനിക്ക് പൊരുത്തപ്പെടണം കേട്ടോ, നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ കുടുംബക്കാരാണെങ്കിൽ ആ കുടുംബങ്ങളിലേക്ക് ചെന്നുകൊണ്ട് പറയാ. നാട്ടുകാരാണെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെന്ന് നോക്കാം. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താ? എല്ലാ മുസ്ലിമീങ്ങളുടെയും ഇഷ്ടവും പൊരുത്തവും വാങ്ങാതെ നീ ഉറങ്ങരുത് എന്ന. അതിന് ഞാൻ എന്ത് ചെയ്യും?
നാലാമത്തെ കാര്യം ചിന്തിച്ചപ്പോൾ വലിയ വിഷമമായി. ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങരുത് എന്നല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്? ഞാൻ എങ്ങനെ ഹജ്ജും ഉംറയും ചെയ്യും? ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഹജ്ജ് ചെയ്യാൻ അതിന് സമയങ്ങളില്ലേ, മാസങ്ങളില്ലേ? ഉംറ ചെയ്യണമെങ്കിൽ അതിന് പണികളില്ലേ? അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ചെയ്യും? ഇങ്ങനെ വളരെ പ്രയാസമുള്ള റിസ്ക്കുള്ള 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത് എന്ന് ഹബീബായ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, മഹദി ഉറങ്ങിയില്ല. കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ മുത്തുനബി എന്നോടൊരു വിഷയം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇന്നേ വരെ ഞാനത് ചെയ്യാതിരുന്നിട്ടില്ല. ഹബീബായ തങ്ങളെ ഇഷ്ടത്തിനാണ് എൻ്റെ ജീവിതമുള്ളത്. അല്ലാഹുവിൻ്റെ ഹബീബിന് വേണ്ടിയാ എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്നേ വരെ മുത്തുനബി പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹബീബ് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ചെയ്യാതെ ഞാനെങ്ങനെ ഉറങ്ങും? എനിക്കെങ്ങനെ ഉറക്ക് വരുമെന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ വിരിപ്പിലിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഭാര്യമാരാണെങ്കിൽ അല്ലേ, മൂപ്പരെന്താ വെച്ചാൽ ചെയ്യട്ടെ, ഈ 4 കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്യുന്നതാ ചെയ്ത് നോക്കാം, ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്താവും? സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ കിടന്നു കളയും. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അസ്വാജ്, അവർ ഹബീബിന് വേണ്ടി ജീവിച്ചവരാ, അവർ മുത്തനബിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാ. അതുകൊണ്ട് തന്നെ ആയിഷ ഉമ്മക്ക് ഉറക്കു വരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് വരട്ടെ എന്നിട്ട് ഈ 4 കാര്യങ്ങൾ ചോദിക്കാം എന്ന് മനസ്സിലാക്കി തൻ്റെ വിരിപ്പിൽ തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവിൻ്റെ കൽപ്പനക്ക് അംഗീകരിച്ചുകൊണ്ട് ആ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഒരു ഉമ്മ ശ്രമിക്കുമ്പോൾ അത് ഭർത്താവിന് വഴിപ്പെടലാണ്. അത് കാരണം ആ ഭർത്താവിൻ്റെ ഇഷ്ടം ആ സഹോദരിക്ക് ലഭിക്കുമല്ലോ. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ഒരു ഭാര്യയെ സംബന്ധിച്ച് ആ ഭാര്യയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടവും പൊരുത്തവും വേണം. എന്തേ കാരണം? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അയ്യുമംറാത്തിൻ മാത്തത്ത് വസൗജുഹാ റാളിൻ അൻഹാ ദഖലത്തിൽ ജന്ന. ഏതൊരു സ്ത്രീയുണ്ടോ ഭർത്താവിൻ്റെ ഇഷ്ടത്തോടുകൂടെ, ഭർത്താവിൻ്റെ പൊരുത്തത്തോടുകൂടെ മരണപ്പെടാൻ കഴിഞ്ഞാൽ ആ ഉമ്മയെപ്പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞത് ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു, അവൾ സ്വർഗാവകാശിയാണ്. ഭർത്താവിൻ്റെ പൊരുത്തത്തോടുകൂടെ ഒരു ജീവിക്ക് ജീവിക്കാനും മരണപ്പെടാനും കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവിന് തന്നെ കുറിച്ചുകൊണ്ടൊരു പരാതി പറയാനില്ല, ഒരു പരാതി പറയാനില്ല, സങ്കടം പറയാനില്ല. എന്തിൻ്റെ പേരിൽ? എൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടത്തിനാ ജീവിച്ചത്, എനിക്ക് വേണ്ടിയാ അവൾ ജീവിച്ചത്, അവൾ ഉണ്ടായിരുന്നപ്പോൾ എന്തൊരു സന്തോഷമാണ്, എനിക്ക് അവളെ വിട പറഞ്ഞതിൽ വല്ലാത്ത സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ നിര്യാണത്തിൽ, മരണത്തിൽ വല്ലാതെ നോവിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടല്ലോ. പലരെയും ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞാൻ തലശ്ശേരി ഭാഗത്ത് ജോലി ചെയ്ത സമയത്ത് അവിടെ പ്രായമുള്ളൊരു ഹാജിക്കയുണ്ട്. ആ ഹാജിക്കയുടെ ഭാര്യ മരണപ്പെട്ട സമയത്ത് മാഹിയിലടുത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ഹാജിക്ക്, ഇബ്രാഹിം ഹാജിക്ക എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മഹദിക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ സമയത്ത് അദ്ദേഹം എന്നോട് പലപ്പോഴും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്, ഉസ്താദേ, എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് വിട പറഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അവൾ നേരത്തെ എന്നെ വിട്ടു പോയതിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അവൾ ജീവിച്ചത്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും പറയാതെ തന്നെ അവൾ ചെയ്തു തരുന്നവളായിരുന്നു. അതുകൊണ്ട് അവൾ പോയത് എനിക്ക് വല്ലാത്ത നഷ്ടമാണ്, എനിക്ക് താങ്ങും തണലുമായിരുന്നു അവർ എന്ന് ആ ഭാര്യയെ കുറിച്ചുകൊണ്ട് വികാരഭരിതനായിക്കൊണ്ട് ആജിക്ക പറയുന്നത് ഞാൻ പല സമയത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ആജിക്കയുടെ പൊരുത്തത്തോടുകൂടെയാണല്ലോ ആ ഉമ്മ മരണപ്പെട്ടു പോയത്. ആ ഉമ്മക്ക് സ്വർഗം ലഭിക്കാൻ അത് തന്നെ ധാരാളമാണല്ലോ.
ഇരിക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ മുത്തുനബി തങ്ങൾ നമസ്കാരവും കഴിഞ്ഞിട്ടതാ അവിടുന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്തതാ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഹബീബായ മുത്തുനബിയോടതാ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫിദാക അബീ വറൂഹി, നബിയേ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഒക്കെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അമർതനീ ബി അർബഅതി അശ്യാ, നബിയേ നിങ്ങൾ എന്നോട് 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. ലാ ഖദറു ഫീ ഹാദിഹി സഅതി അൻ അഫഅലഹാ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ 4 കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈ ആയിഷനെ കൊണ്ട് കഴിയില്ലല്ലോ നബിയേ. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനോട് പറഞ്ഞല്ലോ. പക്ഷേ എന്നെ കൊണ്ടത് ചെയ്തു വിട്ടാൽ കഴിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യണമെന്ന സങ്കടോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പുഞ്ചിരിച്ചു. എന്നെക്കൊണ്ട് കഴിയൂല, എന്നെക്കൊണ്ട് ചെയ്യാൻ അത് കഴിയുന്നില്ല നബി, ഞാൻ എങ്ങനെ ചെയ്യും ആ 4 കാര്യങ്ങൾ എന്ന പ്രയാസം ആയിഷ ബീവി മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ചിരിക്കുകയാണ്. അവിടുത്തെ വലിയൊരു വിശേഷണമാണ് പുഞ്ചിരി എന്നുള്ളത് അല്ലേ. തബസ്സുമുല്ലി വജ്ഹി അഖീഖ സ്വദഖ, നിന്റെ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി, നിന്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കൽ അത് ധർമ്മമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വലിയൊരു വിശാലമായ സുന്ദരമായ ആശയമാണ്. സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് പലർക്കും കഴിയാത്തൊരു സംഗതിയാണത് അല്ലേ. സുഹൃത്തിൻ്റെ കൂടെ മുഖത്ത് നോക്കി, കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് സന്തോഷത്തോടുകൂടെ ചിരിക്കാനുള്ള മനസ്സ് പല ആളുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞാൽ അതൊരു സ്വതക്ക കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കീശയിൽ നിന്ന് ഒരു 500 രൂപ എടുത്തിട്ട് നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നു. അതിന് തുല്യമാണ് സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കലെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് ഹബീബായ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പുഞ്ചിരിക്കുകയാണ്. ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിരിച്ചിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടാകും. ഭാര്യയെ കാണുന്ന സമയത്ത് ഭർത്താവ് ചിരിക്കുന്നില്ല, ഭർത്താവിനെ കാണുന്ന സമയത്ത് ഭാര്യ ചിരിക്കുന്നില്ല. ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് മുഖത്തിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല. എന്തോ വേണ്ടാത്ത ചിന്തകളാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ്. എന്തിനു വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തണം നമ്മളല്ലേ? ഇങ്ങനെ മിണ്ടാതെ നടന്നിട്ട് ചിരിക്കാൻ കഴിയാതെ, ഒന്ന് സന്തോഷം പ്രകടിപ്പിക്കാതെ വെറുതെ വർഷങ്ങൾ കാലങ്ങൾ എന്തിനാ വെറുതെ കഴിക്കുന്നത് അല്ലേ? ചിരിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ആയുസ് വർദ്ധിക്കുമെന്നൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നല്ല ചിരിക്കുന്ന ആളുകൾക്ക്, പുഞ്ചിരിക്കുന്ന ആളുകൾക്ക് ആയുസ് വർദ്ധിക്കും. കാരണം ചിരിക്കാൻ കഴിയുന്നവർ ടെൻഷൻ ഇല്ലാത്ത ആളുകളാണ് അല്ലേ. ടെൻഷൻ എപ്പോഴും വേണ്ട. ടെൻഷൻ എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ പേറി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ കടന്നു വരുന്നത് അല്ലേ. അങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യന് ചിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് ചിരിക്കണം. നമ്മൾ ചിരിക്കേണ്ടവരോട് ചിരിക്കണം കേട്ടോ. എല്ലാവരോടും ചിരിക്കാന്നല്ല, ചിരിക്കേണ്ടവരോട് ചിരിക്കുക. അന്യാണിനോട് അന്യപെണ്ണും അന്യപെണ്ണിനോട് അന്യാണ് ചിരിക്കുക എന്നല്ല പറഞ്ഞത്. ചിരിക്കാൻ പറ്റുന്നവരോട് നമ്മൾ മനസ്സ് തുറന്നുകൊണ്ട് ചിരിക്കുക. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ്സിൽ വർധനവുണ്ടാകും സഹോദരങ്ങളെ. മാത്രമല്ല നമുക്കതിന് സ്വതക്ക കൊടുത്ത കൂലിയും കിട്ടുമെന്ന പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. ഇരിക്കട്ടെ മുത്തു മുഅ്മിനീങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ മുത്തുനബി തങ്ങൾ അതാ ചിരിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യമാരോട്, അല്ലെങ്കിൽ സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ന് ചിരിച്ചതാണ്? നിങ്ങളെ ഇക്കായുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ന് പുഞ്ചിരിച്ചതാണ്? ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളെ ഭാര്യയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ന് ചിരിച്ചതാണ്? ഒന്ന് സന്തോഷത്തിൻ്റെ ചിരി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? വേണ്ടതിനും വേണ്ടാത്തതിനും മുഴുവനും ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയാണ്. അവരൊന്ന് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ, അവരൊന്ന് ഫുഡ് റെഡിയാക്കി കഴിഞ്ഞാൽ അതിൽ വല്ല കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ പെണ്ണിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കുകയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഇന്നേവരെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചിരിക്കുന്നുണ്ടോ?
അള്ളാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ നല്ല ബന്ധങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഈ 4 കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ 4 കാര്യം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം കുറഞ്ഞ സമയമേ ഇവിടെ ഉള്ളൂ അല്ലേ. നീ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇത് ചെയ്ത് വീട്ടണമെന്നല്ല പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ചെയ്ത് തീർക്കണമെന്നല്ല പറഞ്ഞ്, മറിച്ച് എന്താ പറഞ്ഞത്? ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നീ 4 കാര്യങ്ങൾ ചെയ്യണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കോ ഇല്ല, ഒരാളെ കൊണ്ടും കഴിയൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു കുടുംബജീവിതമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഇതൊരിക്കലും ആയിഷ ബീവിക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ 4 കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അറിയാം. എന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു സന്തോഷമുണ്ടാക്കുകയാണ് അവിടെ, ഒരു രസമുണ്ടാക്കുകയാണ് അവിടെ. കണ്ടോ, ഇത് പറഞ്ഞു കൊടുത്തിട്ട് നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നു. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തില്ല. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചിരിക്കുകയാണ്. കാരണം അവർ ആ ജീവിതത്തിലുള്ളൊരു സന്തോഷം നോക്കി നിങ്ങൾ. അള്ളാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ഉമ്മമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഇൻഷാ അല്ലാഹ് അതിൽ ഒരു കാര്യമാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പറഞ്ഞു കൊടുത്തത്, യാ ആയിഷ, പരിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്മ ചെയ്യാതെ നീ ഉറങ്ങല്ലേ എന്നല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്. അതിന് നീ ചെയ്യണമെന്ന പണി എന്തെന്നോ? ഖുർആൻ എടുത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ആ ഖുർആനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നീ ഓതി തീർക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ, ബഖറ മുതൽക്ക് സൂറത്തുൻ നാസ് വരെ പൂർണ്ണമായിട്ട് ഖുർആൻ ഓതണമെന്നല്ല അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. മറിച്ച് മോളെ, പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു അധ്യായമുണ്ട്, ചെറിയ ഒരു സൂറത്തുണ്ട് കേട്ടോ. ആ സൂറത്തിന് ഈ കുറഞ്ഞ സമയം കൊണ്ട് അതേ ഒരു 3 പ്രാവശ്യം നീ അങ്ങ് ഓതിയാൽ, നീ 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്മ ചെയ്ത കൂലി നിനക്ക് അല്ലാഹു നൽകും. ആയിഷ, ഏതാണ് ആ സൂറത്ത് നിങ്ങൾക്കറിയുമോ? ഏതാണ് ആ സൂറത്ത് നിങ്ങൾക്കറിയുമോ? നമുക്കൊക്കെ അറിയുന്ന വിഷയമാണത് അല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ആ സൂറത്ത് എന്ന്. ഖുർആൻ മുഴുവനും ഖത്മ ചെയ്ത പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഏതാണ് എന്ന് നമുക്കൊക്കെ അറിയും അല്ലെ. ഏതാണ് ആ സൂറത്ത്? പറ. സൂറത്തുൽ ഇഖ്ലാസ്. മാഷാ അല്ലാഹ്, സൂറത്തുൽ ഇഖ്ലാസ് ആണത്. സൂറത്തുൽ ഇഖ്ലാസ് ആണ്, വലിയ മഹത്വമുള്ളൊരു സൂറത്താണത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഇദാ ഖറഅതി ഖുൽ ഹുവല്ലാഹു അഹദ്, ഇദാ ഖറഅതി ഖുൽ ഹുവല്ലാഹു അഹദ് സലാസ. ഐഷാനി സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, അതൊരു 3 തവണ നീ ഓതിയാൽ ഫകഅന്നകി ഖതംതുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്മ ചെയ്തതുപോലെയാണ്. ഖുർആൻ കംപ്ലീറ്റ് നീ ഓതിയ കൂലിയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് നീ 3 തവണ ഓതിക്കോ. അതോതാൻ നമുക്ക് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ലല്ലോ, കുറഞ്ഞ സമയമല്ലേ നമുക്ക് വേണ്ടതുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോ വിശ്വാസികളോ നാമൊക്കെയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖുർആൻ മുഴുവനും ഓതിയിട്ടങ്ങോട്ട് ഉറങ്ങുക. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണമാണല്ലേ. നമ്മൾ ഉണർന്നു കഴിഞ്ഞാലും നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും ഖുർആനുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ ആ മനുഷ്യന് സന്തോഷമായിരിക്കും. ആ മനുഷ്യന് സന്തോഷമാണ്. കാരണം ആ ഖുർആനാണ് നമ്മുടെ ഇമാം.
ആ ഖുർആനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി. നാളെ ഖബറിൻ്റെ അകത്ത് നമുക്ക് രക്ഷയ്ക്ക് വരുന്നതും പരിശുദ്ധമായ ഖുർആനാ. നാളെ ആഖിറത്തിൽ നമുക്ക് ശുപാർശയ്ക്ക് വരുന്നതും പരിശുദ്ധമായ ഖുർആനു ശരീഫാ. സഹോദരങ്ങളെ, ആ ഖുർആനു ശരീഫ് ഇവിടെ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. ഖിയാമത്ത് നാൾ വരെയും പരിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരുമ്പോൾ അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ ഷരീഫിനെ അല്ലാഹു തആല ഉയർത്തിക്കളയുമെന്നാണ്. പിന്നെ ഖുർആൻ ഓതാനോ നോക്കാനോ പാരായണം ചെയ്യാനോ നമുക്ക് കഴിയുകയില്ല. അല്ലാഹു തആല നമുക്ക് ഖുർആനിൻ്റെ ബറക്കത്ത് നൽകട്ടെ. നമുക്ക് ഖുർആൻ ഷരീഫിനെ കൂടെ പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് പറഞ്ഞു കൊണ്ടുവന്നത്, ഖുർആൻ ഷരീഫ് പൂർണ്ണമായിട്ട് ഖത്ബ് ചെയ്യണമെങ്കിൽ, ആ ചെയ്ത കൂലി നമുക്ക് കിട്ടണമെങ്കിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ സംസാരിക്കുകയാണ്. ബാക്കിയുള്ള 3 വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം മറക്കണ്ട, സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. ഖുർആൻ പരിപൂർണമായിട്ട് ഖത്മ് ചെയ്ത കൂലി നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. ആ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം ഇന്ന് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് ഇത്രയും മഹത്വം കിട്ടാനുള്ള കാരണം? ഖുർആൻ 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്മ് ചെയ്ത കൂലി അതുകൊണ്ട് കിട്ടാനുള്ള കാരണം എന്താണ്? ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ വലിയ മഹത്വമുള്ള ഈ സൂറത്തിനെ കുറിച്ചുകൊണ്ട് ചില ഹിസ്റ്ററികളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെ, ഖുർആനെ കുറിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം, അറിയണം, അടുത്തറിയണം. ഓരോ സൂറത്തുകളെ കുറിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതൊരു കുട്ടിക്ക് പോലും, ഒരു ചെറിയ കുട്ടിക്ക് പോലും മനപ്പാടമുള്ള അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലി കുല്ലി ഷൈഇൻ നൂർ, ഇന്നലി കുല്ലി ഷൈഇൻ നൂർ, ഇന്നലി കുല്ലി ഷൈഇൻ നൂർ. ഹബീബായ തങ്ങൾ പറയുന്നു, എല്ലാ വസ്തുക്കൾക്കും പ്രകാശമുണ്ട്, എല്ലാ വസ്തുവിനും പ്രകാശമുണ്ട്. എന്നാൽ വനൂറുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ പ്രകാശം, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ നൂറ്, അത് ഖുൽ ഹുവല്ലാഹു അഹദാണ്. എല്ലാ വസ്തുക്കളിലും പ്രകാശമുണ്ട്. സഹോദരങ്ങളെ, നാം ഈ കത്തുന്ന ലൈറ്റിൽ മാത്രമല്ല പ്രകാശമുള്ളത്, അങ്ങകലെ കാണുന്ന സൂര്യനിൽ നമുക്ക് പ്രകാശം കാണാൻ കഴിയും. പകൽ മുഴുവനും ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത്, അതുകൊണ്ടല്ലേ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. ആ സൂര്യൻ്റെ പ്രകാശം ഇവിടെ ഇല്ല എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുകയില്ലല്ലോ, കൃഷി നടത്താൻ കഴിയില്ലല്ലോ, നമുക്ക് റെസ്റ്റ് എടുക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ മഈശത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം അത് വലിയ അനുഗ്രഹമാണ്. അതേ രാത്രിയായാൽ ചന്ദ്രൻ്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുന്നു, അതും അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണല്ലോ. നക്ഷത്രങ്ങൾക്ക് ഇവിടെ പ്രകാശമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. അതുപോലെ നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ നിസ്കരിക്കുന്ന മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ മുഖത്തും ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം അത് ഈമാനിൻ്റെ പ്രകാശമാണ്. അതെല്ലാവർക്കും ചിലപ്പോൾ കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഉമ്മാൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട്, ഉപ്പാൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട്, അള്ളാഹുവിൻ്റെ വീടാകുന്ന കഅബക്ക് പ്രകാശമുണ്ട്, മുത്തുനബിൻ്റെ മദീനക്ക് പ്രകാശമുണ്ട്, ഹബീബായ തങ്ങളുടെ റൗള ഷരീഫിന് പ്രകാശമുണ്ട്, അതിൻ്റെ മുകളിലുള്ള പച്ചക്കുബ്ബക്ക് പ്രകാശമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് പ്രകാശമാണ്, പ്രകാശമാണ്, പ്രകാശമാണ്. അങ്ങനെ പ്രകാശമില്ലാത്ത ഒന്നും തന്നെ ഇവിടെ ഇല്ലല്ലോ. എല്ലാ വസ്തുക്കൾക്കും പ്രകാശമുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രകാശമുള്ളേ? നമ്മുടെ വീടുകളിൽ നല്ല പവറുള്ള ലൈറ്റുകളില്ലേ? നല്ല കത്തിജ്വലിക്കുന്ന ബൾബുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നില്ലേ? രാത്രി സമയത്ത് ആ പ്രകാശം കൊണ്ടല്ലേ നമ്മൾ ഖുർആൻ ഓതുന്നത്, നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്?
ഉമ്മമാരെ, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവിടെയും പ്രകാശമുണ്ടല്ലോ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയാ, ഇന്നലി കുല്ലി ശൈഇൻ നൂർ, എല്ലാ വസ്തുക്കൾക്കും പ്രകാശമുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പ്രകാശം ഏതാണ്? അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ ഖുർആനിൻ്റെ പ്രകാശമാണ് മുഅ്മിനീങ്ങളെ സൂറത്തുൽ ഇഖ്ലാസ്. എത്ര മഹത്വമാണ് അല്ലേ? അത് തന്നെ പോരെ ആ സൂറത്തിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളാൻ. 114 അധ്യായങ്ങൾ ഖുർആനിൽ ഉണ്ടായിട്ടല്ലേ അതിൽ നിന്ന് ഈ ഒരു ചെറിയ കഥ അല്ലെ, ഈ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അത് പ്രകാശമാണ്, ഖുർആനിൻ്റെ പ്രകാശമാണെന്ന് ഈ ഒരു അധ്യായത്തിനെ കുറിച്ചുകൊണ്ടാ പറഞ്ഞേ. അള്ളാഹു തആല ആ സൂറത്തിനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സൂറത്തിനെ ഇഷ്ടപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സൂറത്തിൻ്റെ പ്രകാശം കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബിലും വജ്ഹിലുമൊക്കെ പ്രകാശം നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1-2 ഹദീസുകൾ ആ സൂറത്തുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, അയുഅ്ജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസുൽ ഖുർആൻ. നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു രാത്രിയിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ 1/3 ഓതാൻ, ഖുർആൻ ഷരീഫിന്റെ 1/3 പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? 1/3 പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അയുഅ്ജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 ഭാഗത്തിന് ഒരു രാത്രി ഓതാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അള്ളാഹുവിൻ്റെ ഹബീബ് സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്തെ കിറാം പറഞ്ഞു, കൈഫ യഖറഉ സുലുസുൽ ഖുർആൻ, നബിയെ എങ്ങനെയാണ് ഖുർആനിൻ്റെ 1/3 ഞങ്ങൾ ഓതുക? രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ ഷരീഫിനെ 3 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം ഞങ്ങൾ എങ്ങനെയാണ് ഈ രാത്രി സമയത്ത് ഓതി തീർക്കുക? ഞങ്ങൾക്കതിന് കഴിയുകയില്ലല്ലോ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് സഹാബത്ത് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. എന്നാൽ ഇഖ്ലാസ് സൂറത്ത് ഖുർആനിൻ്റെ ഒരു ഭാഗത്ത് 1/3 ഭാഗത്ത് നിൽക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയ കൂലി സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ കിട്ടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. മാത്രമല്ല, നിങ്ങൾ നോക്കണം, പരിശുദ്ധ ഖുർആൻ ഷരീഫ് 3 ഭാഗങ്ങളാണല്ലേ. എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് 1/3 ഭാഗം ഓതിയ കൂലി കിട്ടാനുള്ള കാരണം എന്താ? പലപ്പോഴും നമ്മളതിനെക്കുറിച്ച് കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 ഭാഗത്ത് നിൽക്കാനുള്ള കാരണം എന്താണ് അതിൻ്റെ കാരണം? അത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഏതൊരു സംഗതി നമ്മൾ കാണുന്ന സമയത്തും അതിനെക്കുറിച്ച് കൊണ്ട് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പം എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 ഭാഗത്ത് നിൽക്കാനുള്ള കാരണം? 1/3 ഭാഗം അതിൻ്റെ ഭാഗത്ത് നിൽക്കുമെന്ന വിവരം നമുക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ 3 പ്രാവശ്യം മോദിയാൽ ഖുർആൻ മുഴുവനും ഖത്മ ചെയ്ത കൂലി നമുക്ക് കിട്ടും എന്ന വിവരം നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ പലരും എന്തുകൊണ്ടാണ് അത് കിട്ടാനുള്ള കാരണം, ഖുർആനിൻ്റെ 1/3 ഭാഗത്ത് ഈ സൂറത്തുൽ ഇഖ്ലാസ് നിൽക്കാനുള്ള എന്താണ് അതിൻ്റെ കാരണം? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞു. നമുക്കറിയാം, അത് ഖുർആനിൻ്റെ 1/3 ഭാഗമാണ്. എന്താണ് അതിൻ്റെ കാരണം? 3 വിഷയങ്ങളാണ് ഖുർആനിൽ ചർച്ച ചെയ്യുന്നത്. 3 വിഷയങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്.
3 വിഷയങ്ങൾ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഖിസ്സയാണ്, ചരിത്രങ്ങളാണ്. ഖിസ്സകൾ ഖുർആനിൽ അല്ലാഹു തആല പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് അല്ലേ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖിസ്സ പറയുന്നുണ്ട്. നമുക്കറിയാം, മനോഹരമായ ചരിത്രമാണത് ഖുർആൻ ഷരീഫ്. അഹ്സനുൽ ഖസസ്, ഏറ്റവും ഭംഗിയുള്ള ചരിത്രം ഖിസ്സ എന്നതിനെക്കുറിച്ച് കൊണ്ട് ഖുർആൻ പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ. സൂറത്തുൽ കഹ്ഫിൻ്റെ അസ്ഹാബുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഖളർ നബിയും മൂസാ നബിയും തമ്മിലുള്ള സംഭവം ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഖിസ്സകൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ്റെ മറ്റൊരു വിഷയമാണ് അഹ്കാമുകൾ പറയുക, വിധികൾ പറയുക, നിയമങ്ങൾ പറയുക. പലതിൻ്റെയും നിയമങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ വിഷയം സിഫാത്തുല്ലാ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ സവിശേഷതകൾ, സിഫാത്ത്, അതും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൊത്തത്തിലുള്ള 3 വിഷയങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. ഏതൊക്കെ? ഒന്ന് ഖിസ്സ, ചരിത്രം, മറ്റൊന്ന് വിധികൾ, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ബഖറ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ആ സൂറത്തുൽ ബഖറയിൽ 1000 കൽപ്പനകളുണ്ട്, 1000 വിരോധനകളുണ്ട്, 1000 ഹുക്മുകളുണ്ട്, ഖബറുകളുണ്ട് എന്നൊക്കെ മഹാന്മാർ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് മൊത്തത്തിൽ ഖുർആനെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ 3 വിഷയങ്ങൾ ഖുർആൻ ഊന്നി പറയുന്നുണ്ട്. ഒന്ന് ഖിസ്സകൾ, മറ്റൊന്ന് വിധികൾ, മറ്റൊന്ന് അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ ഈ ചെറിയ അധ്യായമാകുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, അതിൽ അല്ലാഹു തആല ചർച്ച ചെയ്യുന്ന വിഷയമേതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സൂറത്തിൽ അല്ലാഹു ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഖിസ്സകളെ കുറിച്ചുകൊണ്ട് പറയുന്നില്ല, ചരിത്രങ്ങളെ കുറിച്ചുകൊണ്ട് അതിൽ പരാമർശമില്ല, വിധികൾ, അഹ്കാമുകൾ അതിൽ പരാമർശമില്ല. അതേ സമയത്ത് ഈ 3 വിഷയങ്ങളെ കൂട്ടത്തിൽ ഈ സൂറത്തിൽ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വിഷയമാണ്, അത് സിഫാത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് കൊണ്ട് ഖുർആൻ ഈ സൂറത്തിൽ പറയുന്നത് അല്ലേ. അഹ്കാമുകളില്ല, ഖിസ്സകൾ പറയുന്നില്ല, മറിച്ച് എന്താ പറയുന്നത്? അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളാ ഇതിൽ പറയുന്നത് അല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിൻ്റെ ആശയം നോക്ക് നിങ്ങൾ. അല്ലാഹു ഒരുവനാണ് അല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്, അവൻ നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിക്കൂല, അവൻ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായ ഒരാളുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിനെ കുറിച്ച് കൊണ്ടാ പറഞ്ഞ്. അപ്പോൾ 3 വിഷയങ്ങൾ പ്രധാനമായിട്ട് ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു വിഷയമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഇതിൽ പരാമർശിക്കുന്നത്. അപ്പം എന്തായി? 3-ൽ 1ആയി. 3 വിഷയങ്ങളിൽ ഒരു വിഷയമായി. അതുകൊണ്ടാ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് 3-ൽ 1. ഖുർആനിൻ്റെ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം ഓതിയ കൂലി ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ കിട്ടുമെന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ലേ? 3 വിഷയങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഖുർആൻ മൊത്തത്തിൽ അതിൽ ഒരു വിഷയം മാത്രമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിൽ ചർച്ച ചെയ്തത്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അതുകൊണ്ടാണ് 3-ൽ 1 എന്ന ഒരു പ്രത്യേകത ഈ സൂറത്തിന് കിട്ടിയതും. ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 3-ൽ 1 ഭാഗം ഓതിയ കൂലി കിട്ടുകയും 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ കൂലി കിട്ടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.